അതെ, അന്തം വിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിന്ന് കളഞ്ഞത്? അതെ, ആ പട്ടേലരും പട്ടിയും പുറത്തുണ്ടോ നോക്കണ്ടേ? പട്ടേലരുടെ കാര്യം എനിക്കറിയില്ല. പട്ടി ഉണ്ടെങ്കിൽ തന്നെ കൂട്ടിലായിരിക്കും. കേറിക്കോ. കൂട്ടിലാണെങ്കിൽ തന്നെയും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല, കാരണം പട്ടിയാണേ. അതെ അതെ, ഇവിടെ എങ്ങും ഇല്ലെന്നാ തോന്നുന്നു. പട്ടി എന്ത് ചെയ്യാം? അതൊക്കെ തല്ലി ഞാൻ കൊല്ലും. പട്ടി പട്ടി അല്ലാത്ത പട്ടിയാണത് പറഞ്ഞില്ലേ? അയ്യോ എന്റെ പട്ടി വന്നാ മരത്തിന്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറി? ഞാനിവിടെ ഇരിക്കുന്ന കാര്യാക്കണ്ട. ചേച്ചിമാര് കുളിച്ചോ കുളിച്ചോ. അയ്യോ ഓടി വരണേ, ഒരുത്തനെ ഒളിഞ്ഞു നോക്കുന്നേ. അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്തിനാ മരത്തിന്റെ മേളിൽ കയറി? പട്ടി ഓടിച്ചിട്ട് ഇപ്പൊ കേറിയതാ. അയ്യോ അയ്യോ. അയ്യോ അയ്യോ മാതാ, ഇതെന്തു പറ്റി? നീ ആളാകെ അവശനായിരിക്കുന്നു. വല്ലയിടത്തും വീണ അതോ? ദുഷ്ടാ, ആ പണ്ടാര കലന്മാർ എന്നെ തല്ലിക്കൊല്ലണ കണ്ടപ്പോ നീ അവിടെ നോടി രക്ഷപ്പെട്ടുവല്ലേ? അതിപ്പോ നിന്നോട് ആരെങ്കിലും പറഞ്ഞു അതിനിടെ സ്ത്രീ ഒളിച്ചു നോക്കാൻ? നിനക്ക് ഇത്ര സ്വഭാവം മുമ്പില്ലായിരുന്നല്ലോ. വന്ന് നീ ആകെ വഷളായി മാറിക്കൊണ്ടിരിക്കുക. മോശം, വളരെ മോശം. എന്റെ വായിലിരിക്കുന്ന നീ കേൾക്കും, പറഞ്ഞേക്കാം. ഞാനിവിടെ വരും മുമ്പ് കരുതിയത് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ആ പട്ടരാണെന്നാണ്. പട്ടരല്ലടാ, പട്ടേലർ. ഏത് ടൈലറെങ്കിലും ആവട്ടെ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, പ്രശ്നം അയാളല്ലെന്ന്. പിന്നെ ആരാ? ഈ പട്ടി അല്ലാതെ ആരാ? എനിക്കല്ലേതാ അലുവത്തിന് ഇപ്പൊ മയങ്ങി വീണ് കണ്ടു. ഇതിപ്പോ വീഴും. അവളും നീ ഇത് എങ്ങോട്ടാന്ന് വിചാരിച്ച ചവിട്ടണത്? മോനെ, തിരിച്ചു വന്ന് പട്ടേലര് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോലും തിരിച്ചു വരാത്ത അത്ര ദൂരത്ത് വേണം പട്ടിയെ കൊണ്ടേ കളയാൻ. ഇങ്ങനെ പോയാലേ നമ്മുടെ ഗതി എന്താവും ആശാനെ? ഇങ്ങനെ പോയാൽ നമ്മൾ വല്ല വാർക്കപ്പണിക്കും പോണ്ടി വരുമെന്നാ മോനെ തോന്നണത്. ദൈവം എന്തെങ്കിലും ഒരു വഴി തെളിക്കാതിരിക്കില്ല. തെളിച്ചാശാനെ തെളിച്ച് ആരോ സൈക്കിളിൽ വരുന്നുണ്ട്. എന്താടാ ഈ നേരത്തെ ഇതിലെ? കണ്ടിട്ട് ഈ നാട്ടുകാരായിട്ട് തോന്നണില്ലല്ലോ. നാട് മാറി മോഷ്ടിക്കിറങ്ങിയതല്ലേ? അയ്യോ ചേട്ടന്മാരെ, ഞങ്ങള് കള്ളന്മാരൊന്നുമല്ല. പട്ടേലരുടെ വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്നവരാ. പട്ടേലരുടെ വീടോ? വളവിലെ വീടില്ലേ? പിന്നൊരു കാര്യം, പോകുമ്പോ സൂക്ഷിച്ചു കണ്ടൊക്കെ പോയാ കൊള്ളാം. കള്ളന്മാര് മാത്രമല്ല, പോലീസുകാർ ഇറങ്ങുന്ന സമയാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടോ. എന്ത് നല്ല മനുഷ്യരവരല്ലേ? നല്ലതായാലും ചീത്തയായാലും അവിടെ നാക്ക് കരുതാക്കാടാ. എവിടെയാടാ രാത്രിയിലൊരു കറക്കം? നിന്നെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോടാ. ഞങ്ങൾ അല്പം വടക്കാ. വെടക്കല, വടക്ക് വടക്ക് വടക്ക്. എന്താടാ ചാക്കില്? ചാക്കില് അലുവ. അലുവ ചാക്കി പൊതിഞ്ഞോണ്ടാ? അത് ഈച്ചയുടെ ശല്യം. രാത്രി എവിടെയാടാ ഈച്ച? ഈച്ചയിലാ.
അല്ല തുറയടാ. തുറന്നാല് അത് ചീത്ത ശരിയാവില്ല. അലുവ തണുപ്പ് ഈ- അല്ല അത് അല്ല, അത് ശരിയാവില്ല സാറേ. ശരിയാവില്ല, അത് അല്ല, അത് ഇങ്ങോട്ട് തുറന്നല്ല. ഇങ്ങോട്ട് താടാ എന്താണ് കളി അല്ലേ കാണിച്ചു തരാടാ നിന്റെ അലുവ അലുവ തന്നല്ല സാറേ, അലുവ തന്നല്ല കഴിക്കില്ല, പറ്റിച്ചാൽ നിന്നെ എല്ലാം ഉണ്ടല്ലോ എടാ നിന്റെ കളി നമ്മളെടുത്താ അയ്യ ദൈവമേ. ഇത് തന്നെ ആ നിർത്ത് വാ അവിടെ കിടാ വാടേ മണ്ടന്മാര് കൃത്യമായിട്ടും വീട് പറഞ്ഞു എന്ന് എന്താ പിടിയാശാനെ സ്വാമി ഉറപ്പാനും പറ്റുണ്ടല്ലേ എന്തായി പിടിയാശാനെ പറ്റത്തില്ല വെറുതെ ആശാന്മാർക്ക് നാണക്കേണ്ടാക്കാനായിട്ട് ഓരോ ടീമുകളെ കക്കാൻ ആശാനെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ ഒന്നും നടക്കില്ലടേ നമുക്ക് നമ്മുടെ പഴയ പരിപാടി തന്നെ പറ്റുള്ളൂ അതാ പറ്റി. നീ കുനിയേ ഓടേ ശരണം ആ VCD പോയതിലാ എനിക്ക് സങ്കടം. അതിൽ ഞാൻ അമൃതയെ ആദ്യം കണ്ട ഷോട്ട് ഉണ്ടായിരുന്നു. 10,000 രൂപയുടെ പ്ലെയർ പോയതിലല്ല അവളുടെ ഒരു ഷോട്ട് പോയതിലാണ് സങ്കടം അല്ലേ? നിങ്ങളെ പട്ടേലർ വിളിക്കും. വരണം വരണം ആരാ ഇന്നലെ രാത്രി ഇവിടുത്തെ പട്ടിയെ പിടിച്ചോണ്ട് പോയത് അത് ശരി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഈ കള്ളന്മാര് വന്ന് എന്തൊക്കെയാ മോഷ്ടിക്കുന്നേ? കഷ്ടം. പട്ടിക്ക് പോലും സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ. അത് ശരി അപ്പൊ നിങ്ങൾക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല ഏയ് ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇന്നലെ രാത്രി ഞങ്ങൾ കൂർക്കം വലിച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്ന് നേരം വെളുക്കുമ്പോ ഒരു പട്ടി ഭയങ്കര കൊരയിരുന്നു. ഞാൻ കേട്ടില്ല. നീ കേട്ടാ? കേട്ടെങ്കിൽ പറ. ഞാൻ അതാച്ചാണെങ്കിലാ പട്ടി. എന്നാൽ ഇവരെ നിങ്ങൾക്ക് അറിയുമെന്ന് നോക്ക്. ഉത്തമ മണികണ്ഠ ഇവിടത്തെ പട്ടിയെ നിങ്ങൾ ഇന്നലെ രാത്രി ഒരു ചാക്കിൽ കെട്ടി സൈക്കിളിൽ കൊണ്ടുപോയി ഇവര് പറയും. സത്യ എവിടെ കയ്യിൽ നിന്ന് പട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാ അതെന്നെ കടിച്ചേച്ച് പോയത്. കഴിഞ്ഞ 6 കൊല്ലമായി ഈ വീട് കാക്കുന്നവളാണ് ജാൻസി. ഇന്ന് നേരം ഇരുട്ടുന്നതിന് മുമ്പ് ജാൻസി വീട്ടുമുറ്റത്തുണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും. എടാ ഇതെന്താ പട്ടികളുടെ പാർട്ടി കോൺഗ്രസ്സാ? ഇതിലേതാ പട്ടേലരുടെ പട്ടി? അത് കണ്ടുപിടിക്കണമെങ്കിൽ പട്ടരെ തന്നെ വിളിച്ചോണ്ട് വരണം. ശരിയായ പട്ടിയെ പട്ടർ തന്നെ തിരഞ്ഞെടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ശരിയായ പട്ടിയെ തിരഞ്ഞെടുക്കണം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയ അവന്മാര് നമ്മളെ മിച്ചം വെച്ചേക്കത്തില്ല. പിന്നെ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ ആ തെങ്ങയിലോട്ട് കയറ്. അവിടെ നിന്ന് നോക്കിയാ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കറക്റ്റ് ഐഡിയ. കാട്ടിത്തരണേ. ഏതാടാ പട്ടന്റെ പട്ടി? നീ ഇവിടെ എന്നെ കുളിക്കാൻ സമ്മതിക്കല്ലേ? അയ്യോ ഓടി വരണേ. ഇവൻ എന്നെ പിന്നെ ഒളിഞ്ഞു നോക്കുന്നേ. ദൈവമേ, ഇതെന്നെ തല്ലു വിളിക്കാൻ സ്ത്രീയല്ലേ? ഇവർക്ക് ഇതെന്നെ പരിപാടിയാ. പിന്നെയും വന്നേ. ആരും ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ഇറങ്ങി വന്നു.